നമസ്കാരം. വിവാദങ്ങളുടെ പർദീസയാണ് കേരളം. എന്നാൽ വിവാദങ്ങൾ കേരളത്തെ മറയ്ക്കുന്നതാണ് നാം കാണുന്നത്. മുഖ്യമന്ത്രി അതിഥി സൽക്കാരത്തിൽ പങ്കെടുത്തതും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതുമാണ് പ്രബുദ്ധ കേരളം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത തെറ്റായ തീരുമാനം തിരുത്താൻ ഈ സർക്കാരിന് കഴിയില്ലേ? വിവാദങ്ങൾ മാറ്റിവെച്ച് കേരളത്തിൻ്റെ വികസനവും പ്രധാന ആവശ്യങ്ങളും ചർച്ച ചെയ്യാൻ നാം തയ്യാറാകാത്തത് എന്തുകൊണ്ട്? വിവാദങ്ങൾ മാത്രം മതിയോ നമുക്ക്? ട്രയാങ്കിൾ വിലയിരുത്തുന്നു. വിവാദങ്ങൾ കുടുങ്ങിയ കേരളം ട്രയാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് ഏതാനും ചിലരുടെ ആവശ്യമാണ്. കേരളത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായി ഇവർ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളം പ്രളയ ഭീഷണി നേടുമ്പോഴും വിവാദങ്ങളെ ഇവർ കൂട്ടുപിടിക്കുന്നത്. മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനായി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. കേരള പോലീസ് വകുപ്പിനായി ചിപ്സൺ ഏവിയേഷൻ എന്ന കമ്പനിയിൽ നിന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കരാർ അടിസ്ഥാനത്തിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. പ്രതിമാസം 80 ലക്ഷം രൂപയാണ് വാടകയായി നൽകി വരുന്നത്. ഈ തുകയ്ക്ക് ഒരു മാസം പരമാവധി 25 മണിക്കൂർ ഹെലികോപ്റ്റർ സൗജന്യമായി ഉപയോഗിക്കാം. 25 മണിക്കൂറിലധികം പറക്കുന്ന ഓരോ മണിക്കൂറിനും നിബന്ധനകൾക്ക് വിധേയമായി അധിക വാടകയായി 90,000 രൂപ നൽകേണ്ടതുണ്ട്. പറന്നില്ലെങ്കിലും നിശ്ചിത പ്രതിമാസ വാടക നൽകേണ്ടതുണ്ട്. 3 വർഷത്തേക്ക് ഏകദേശം 28.8 കോടി രൂപയാണ് വാടക ഇനത്തിൽ നൽകുന്നത്. നിലവിലുള്ള 3 വർഷത്തിൻ്റെ കാലാവധി 2026 ആഗസ്റ്റ് മാസം, അതായത് ഈ മാസം തന്നെ അവസാനിക്കും. അതുകൊണ്ട് തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും കരാർ റദ്ദാക്കാത്തത് എന്ന് വ്യക്തമാണ്. ഹെലികോപ്റ്റർ നിശ്ചിത 25 മണിക്കൂർ പറന്നില്ലെങ്കിലും വാടക ഇനത്തിൽ 80 ലക്ഷം രൂപയോളം നൽകി വരികയാണ്. ഈ കരാർ എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് ട്രയാങ്കിൾ ഉന്നയിക്കുന്ന ചോദ്യം. എല്ലാ മാസവും 25 മണിക്കൂർ പറക്കാൻ ആവശ്യമായ സാഹചര്യം കേരളത്തിലുണ്ടോ എന്ന് കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പരിശോധിച്ചിരുന്നു. മറ്റ് കമ്പനികളിൽ നിന്ന് ടെൻഡർ നടപടികൾ സ്വീകരിച്ച ശേഷമാണോ കരാറിൽ ഏർപ്പെട്ടത് എന്നതും പ്രസക്തമായ ചോദ്യമാണ്. പോലീസിൻ്റെ ആവശ്യമായ സേവനങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്ന വ്യവസ്ഥയിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. എന്നാൽ പോലീസിന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മാത്രമായി അത്ര കണ്ട് ആവശ്യമില്ലെന്നിരിക്കെ അവയവമാറ്റ ശസ്ത്രക്രിയക്കായി ഹെലികോപ്റ്റർ സേവനം ഉപയോഗിക്കാവുന്നതുമാണ്. എന്നാൽ പോലും പ്രതിമാസം 25 മണിക്കൂർ ഉപയോഗിക്കേണ്ടി വരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ പറക്കുന്നതിന് പരമാവധി 3 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പ്രതിമാസം എത്ര മണിക്കൂർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും 25 മണിക്കൂർ പറക്കുന്നതിന് മാത്രമായി 80 ലക്ഷം രൂപ നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരു മണിക്കൂർ ഹെലികോപ്റ്റർ പറക്കുന്നതിന് 50,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ് വാടക ഇനത്തിൽ സാധാരണയായി നൽകേണ്ടത്. ഇത് 1 ലക്ഷം രൂപയായി ഉയർത്തിയാലും 25 മണിക്കൂർ പറക്കുന്നതിന് 25 ലക്ഷം രൂപ പ്രതിമാസം നൽകിയാൽ മതി. പിന്നെന്തിനാണ് 80 ലക്ഷം രൂപയുടെ കരാറിൽ ഏർപ്പെട്ടത്? ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ട്രയാങ്കിളിൻ്റെ നിലപാട്. ഇനി വിവാദത്തിലേക്ക് വരാം. കേരളം വീണ്ടൊരു പ്രളയത്തെ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉയർത്തി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചു വിടുന്നത് ശരിയായ നടപടിയല്ല. ഇനിയെങ്കിലും വിവാദങ്ങളിൽ നിന്ന് മാറി നിന്ന് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. അതിന് പകരം വിവാദങ്ങൾ ഉയർത്തുന്നത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് വിവാദങ്ങൾ അവസാനിപ്പിച്ച് കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ നാം തയ്യാറാകണം. അതിനായി കഴിയട്ടെ എന്ന് ആശിക്കാം. അടുത്ത ദിവസം മറ്റു വിഷയമായി വീണ്ടും വരാം. അതുവരെ
നന്ദി, നമസ്കാരം.